അബ്ദുൾ റഷീദ, എത്ര തിരിച്ചടികൾ ലഭിച്ചിട്ടും പാഠം പഠിക്കുന്നില്ല പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാ നോക്കൂ, വിമാനത്താവളങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അപ്പോൾ ആ നിലയിൽ ഇന്ത്യയിലേക്ക് ഒരു കടന്നാക്രമണം വീണ്ടും നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് ആ ശ്രമങ്ങളെ. പക്ഷേ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ളത്? എന്തൊക്കെയാണ് മനസ്സിലാകുന്ന വിവരങ്ങൾ? അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും നിലവിൽ ഇപ്പോഴും പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാവുകയാണ്. പ്രധാനമായും മിസൈലുകൾ വിക്ഷേപിച്ചും അതോടൊപ്പം ഡ്രോൺ ആക്രമണവും നടത്തുകയാണ് പാകിസ്ഥാൻ. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക്, അതായത് സൈനിക കേന്ദ്രങ്ങളിലേക്കും വിമാനത്താവളങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ ആക്രമണങ്ങളെയൊക്കെ തന്നെയും ചെറുത്തു നിൽക്കാൻ ഇന്ത്യൻ സേനക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യം. പ്രത്യേകിച്ചും ഈ ജമ്മു കാശ്മീർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഈ മേഖലയിൽ കേന്ദ്രീകരിച്ചും 8ഓളം മിസൈലുകളും ഡ്രോണുകളും എത്തിയിട്ടുണ്ട്. ഇവയൊക്കെ തന്നെയും നേരത്തെ മറ്റു അതിർത്തി മേഖലകളിൽ ഉണ്ടായിട്ടുള്ള S-400 മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയും അതോടൊപ്പം വ്യോമസേനയും വ്യക്തമാക്കുന്നത്. എന്തായാലും 50 ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ വിവിധ ഡ്രോണുകൾ എത്തുകയും കൃത്യമായിക്കൊണ്ട് ഒരു നിരീക്ഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനെ ചെറുത്തു നിൽക്കാനുള്ള ഒരു നടപടി അല്ലെങ്കിൽ ചെറുത്തു നിൽക്കാനുള്ള ഒരു ശേഷി ഇന്ത്യക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഷമി സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉതിർക്കുമ്പോൾ പോലും അത് ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും നാവികസേന, വ്യോമസേന, കരസേന വിഭാഗങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു നിരീക്ഷണം അതിർത്തി മേഖലകളിലൊക്കെ തന്നെയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ മേഖലകളിലേക്ക് അതോടൊപ്പം മറ്റു മേഖലകളിലും ഇത്തരത്തിൽ സാംബ മേഖലകളിലടക്കം വെടിവെപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത്. എന്തായാലും സാംബയിലെ വിവിധ മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർത്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയതായാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യവും ഈ പാകിസ്ഥാന്റെ പല ശ്രമങ്ങളെയും ആദ്യഘട്ടത്തിൽ തന്നെ ചെറുക്കാൻ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. പക്ഷേ ആർക്കെങ്കിലും ഒക്കെ പരിക്കേൽക്കുകയോ സൈനികരുടെ അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അബ്ദുൾ റഷീദ്? നിലവിൽ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം, അതായത് ഈ ആക്രമണത്തിന് പിന്നാലെ ഏതെങ്കിലും തരത്തിലുള്ള ആളപായം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മറ്റു അപകടങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതുവരെയും സൈന്യം വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ 50ഓളം ഡ്രോണുകളും അതോടൊപ്പം 8ഓളം മിസൈലുകളുമാണ് ജമ്മു കാശ്മീരിന്റെയും അതോടൊപ്പം മറ്റു വിവിധ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉതിർത്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിലെ ജമ്മു എയർ സ്ട്രിപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. അതോടൊപ്പം ജമ്മുവിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒരു സർവകലാശാലയെ കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം ജമ്മു വിമാനത്താവളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ മേഖലകളിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അതീവ സുരക്ഷയും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ ഇപ്പോൾ ഇന്ത്യക്ക് ആയിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഓരോ ചലനങ്ങളെയും തുറത്തുവിടാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതോടൊപ്പം ഇന്ത്യക്ക് ഇതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം ആയി തന്നെ നമുക്ക് ഇതിനെ കണക്കാക്കാവുന്നത്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ പഞ്ചാബ് അതിർത്തിയിലും ജമ്മു കാശ്മീരിന്റെ മറ്റു അതിർത്തികളിലേക്കും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള മിസൈലുകളും ഡ്രോണുകളും നേരത്തെ വിടുകയും പിന്നീട് അതിനെ നിർവീര്യമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുകയും ചെയ്തിരുന്നു. ഇതും അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. എന്നാലും നിലവിൽ ഈ സാംബ മേഖലയിൽ ഇപ്പോൾ സൈന്യവും അതോടൊപ്പം മറ്റു ഈ പാകിസ്ഥാൻ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുക തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം